തൃശൂർ തോൽവിയിലെ കെപിസിസി അന്വേഷണ സമിതി റിപ്പോർട്ടിൽ നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി കെ മുരളീധരൻ. തൃശൂരിൽ വസ്തുതകൾ പഠിക്കാതെ മത്സരിച്ചതാണ് താൻ ചെയ്ത തെറ്റെന്ന് മുരളീധരൻ പറഞ്ഞു. വിഷയം പഠിക്കാൻ പാർട്ടി കമ്മിറ്റി വെച്ചിരുന്നു. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പാർട്ടി വേദിയിൽ തനിക്ക് പറയാനുള്ളത് പറയുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. വസ്തുതകൾ പഠിക്കാതെ മത്സരിക്കാൻ ചെന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ പറഞ്ഞല്ലോ, പരാതി എനിക്ക് എന്നെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു സുപ്രഭാതത്തിൽ മത്സരിക്കാൻ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. പാർട്ടി അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ഒക്കെ പാർട്ടി വേദികളുണ്ടല്ലോ. ഇപ്പോൾ ഏതായാലും പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മാസത്തിലൊരിക്കൽ ചേരണം എന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ചർച്ച ചെയ്യും പാർട്ടി ഫോറത്തിൽ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നിർഭൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നിർഭൻ, മുരളീധരൻ പറഞ്ഞ് വസ്തുതകൾ അറിയാതെ അവിടെ മത്സരിക്കാൻ പോയതാണ് തെറ്റെന്നുള്ളത്. പക്ഷേ വസ്തുതകൾ അറിയാവുന്നവർ ടി.എൻ. പ്രതാപനും എം പി വിൻസെൻറ്റും അനിൽ അക്കരയുമൊക്കെ ആയിരുന്നു എന്നുള്ളത് കെപിസിസി റിപ്പോർട്ടിലൂടെ മനസ്സിലാവുകയും ചെയ്തു. നിർഭൻ, ടി സിദ്ദിഖും അടങ്ങിയ കെപിസിസിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിനെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോൾ നടക്കുകയാണ്. അതിൽ ആരോപണ വിധേയരായിട്ടുള്ള അനിൽ അക്കരെ തന്നെ അത്തരം റിപ്പോർട്ട് വ്യാജമാണ് എന്ന തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിലാണ് കെ മുരളീധരൻ റിപ്പോർട്ടിനെ തള്ളാതെ തന്റെ പ്രതികരണം അതിർത്തി രേഖപ്പെടുത്തുന്നത്. കെ മുരളീധരൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു. കാരണം തൃശ്ശൂരിലെ പരാജയത്തിന് കാരണം താൻ തന്നെയാണ്. താൻ അത് വടകരയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്ന കാര്യം നേരത്തെ തന്നെ നേതൃത്വത്തിനോട് അതിർത്തി പലതവണ പ്രകടമാക്കിയ വാചകം തന്നെയാണ്. ഒപ്പം തന്നെ ആരോപണ വിധേയനായ ടി.എൻ. പ്രതാപൻ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിച്ചാലേ തൃശ്ശൂരിൽ തിരിച്ചു പിടിക്കാൻ കഴിയൂ എന്ന തരത്തിലൊരു ഒളിയമ്പ് കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. കാരണം ഇക്കാര്യത്തിൽ തൃശ്ശൂരിൽ 1.5 വർഷത്തിന് മുമ്പ്, അതായത് മത്സരം നടക്കുന്നതിന് 1.5 വർഷം മുമ്പ് തന്നെ താൻ ഇനി മത്സരിക്കാനില്ല, അപ്പോൾ സുരേഷ് ഗോപി മണ്ഡലത്തിൽ സജീവമാണ്, എതിരാളിയില്ല എന്നൊരു പ്രതികരണം കൂടി ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഘട്ടമുണ്ടായി. ഒപ്പം തന്നെ തൃശ്ശൂരിലേക്ക് കെ മുരളീധരനെ വിളിച്ചു വരുത്തി പറ്റിച്ചു, ചതിച്ചു എന്നത് അടക്കമുള്ള വലിയ തരത്തിലുള്ള വിമർശനമാണ് ഉപസമിതി റിപ്പോർട്ടിലുള്ളത്. ഇത്തരം കാര്യങ്ങൾ നേതാക്കൾ ഈ ആരോപണ വിധേയർ തള്ളിക്കളയുമ്പോഴാണ് ആരോപണ വിധേയർ തന്നെ തിരിച്ച് ഒളിയമ്പ് നൽകിക്കൊണ്ട് ടി.എൻ. പ്രതാപൻ തന്നെ അവിടെ മത്സരിച്ചാൽ മാത്രമേ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയൂ എന്ന കാര്യം പറയുന്നു. ഒപ്പം തന്നെ ഗൗരവതരമായ പല പരാമർശങ്ങൾ റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ടിലെ പരാമർശങ്ങളെ ഒരു ഘട്ടത്തിലും കെ മുരളീധരൻ തള്ളുന്നില്ല. തന്നെ നേതൃത്വം ഈ തൃശ്ശൂരിലേക്ക്, വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നതാണ് പ്രശ്നം ഉണ്ടാക്കിയത്. തന്നെയാണ് നിർഭൻ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞത്. ആ റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മുരളീധരൻ ഇപ്പോൾ പറയുന്നതിൽ വ്യക്തതയുണ്ട്. കൃത്യമായി ആരൊക്കെയാണ് തന്നെ തോൽപ്പിച്ചു എന്നുള്ള കൃത്യമായ ബോധ്യം മുരളീധരനുണ്ട്. തീർച്ചയായും ടി.എൻ. പ്രതാപൻ, ജോസ് വെള്ളൂർ, ഒപ്പം തന്നെ എം പി വിൻസെന്റ്, അനിൽ അക്കരെ, ഈ 4 പേരുടെയും പേരുകളാണ് ഉപസമിതി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത്. ഈ 4 പേരെക്കുറിച്ചും കെ മുരളീധരൻ പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ആരോപണ വിധേയർക്കെതിരാണ് കെ മുരളീധരന്റെ പ്രതികരണങ്ങളൊക്കെ. മാത്രമല്ല, കെ മുരളീധരൻ ഈ റിപ്പോർട്ടിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല. താൻ പരാതിക്കാരനല്ല. കെപിസിസി ഇത്തരത്തിലൊരു പരാതി സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനൊരു ഉപസമിതി വെച്ചിട്ടുണ്ട്. അവർ പരിശോധിച്ച് ഗൗരവതരമായ അന്വേഷണമാണ് നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ ഹൈക്കമാൻഡ് നടപടി എടുക്കട്ടെ എന്ന ഭാഗവും കെ മുരളീധരൻ പറയുന്നുണ്ട്. കെ മുരളീധരന്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ നേതൃത്വത്തിന് നിലവിൽ തന്നെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റിയ നേതൃത്വത്തിന്റെ തീരുമാനം, ഒപ്പം തന്നെ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ടി.എൻ. പ്രതാപൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെയുള്ള പ്രതികരണം തന്നെയാണ് കെ മുരളീധരന്റെ അതിർത്തിയിലൂടെ പങ്കുവയ്ക്കുന്നത്. നിർഭനാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.